ഒരു ബാങ്ക് കൊള്ളയിലൂടെ ആരംഭിച്ച് ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് നിസാം ബഷീറിൻ്റെ ഐ നോബഡി. കെട്ടിയോളാണൻ്റെ മാലാഖയിലും റോഷാക്കിലും മനുഷ്യ മനസ്സിൻ്റെ ഇരുണ്ട ഇടങ്ങൾ അന്വേഷിച്ച സംവിധായകൻ ഇത്തവണ അതിലും വലിയ ഒരു ഭൂപ്രദേശത്തേക്കാണ് ക്യാമറ തിരിക്കുന്നത്. കുറ്റകൃത്യത്തിലേക്കല്ല, കുറ്റാരോപണത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക്, സംശയത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന രാജീവൻ അസാധാരണ കഴിവുകളൊന്നുമില്ലാത്ത, സമൂഹത്തിൻ്റെ കണക്കെടുപ്പിൽ ഉൾപ്പെടാത്ത ഒരു സാധാരണ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ആ സാധാരണത്വം തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്താവന. കാരണം ഈ കാലത്ത് ഏറ്റവും വലിയ അപകടം കുറ്റവാളിയാകുന്നതല്ല, തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് ഒരു സാധാരണ മനുഷ്യനായിരിക്കുക എന്നതാണ്. ഒരു ബാങ്ക് കൊള്ളയുടെ സാക്ഷിയാകുന്ന നിമിഷം മുതൽ രാജീവന്റെ ജീവിതം അയാളുടേതല്ലാതാകുന്നു. പോലീസ് അയാളെ അന്വേഷിക്കുന്നു, മാധ്യമങ്ങൾ അയാളെ നിർമ്മിക്കുന്നു, സോഷ്യൽ മീഡിയ അയാളെ വിധിക്കുന്നു, രാഷ്ട്രീയം അയാളെ ഉപയോഗിക്കുന്നു. ഒടുവിൽ സ്വന്തം കുടുംബം പോലും അയാളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്നു. മറ്റുള്ളവർ എഴുതുന്ന തിരക്കഥയിലെ ഒരു കഥാപാത്രം മാത്രമാണ് രാജീവ്. ഐ നോബഡിയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ മേക്കിങ്ങിലാണ്. ആദ്യ പകുതിയിലെ കഠിന പിരിമുറുക്കം, ക്യാമറയുടെ ചലനം, എഡിറ്റിങ്ങിൻ്റെ റിഥം, ശബ്ദത്തിൻ്റെ വിന്യാസം, നഗരത്തിൻ്റെ സ്പന്ദനം എല്ലാം ചേർന്ന് പ്രേക്ഷകനെ രാജീവന്റെ ശ്വാസതടസ്സത്തിലേക്ക് വലിച്ചിടുന്നുണ്ട്. എന്നാൽ സിനിമയുടെ യഥാർത്ഥ ശക്തി അതിൻ്റെ രാഷ്ട്രീയ വായനയിലാണ്. ഇന്ന് നിയമം ഒരു മനുഷ്യനെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സമൂഹം അയാളെ ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കും. സത്യം തെളിയാൻ സമയമെടുക്കും, പക്ഷേ സംശയത്തിന് ഒരു സെക്കൻഡ് മതി. പോസ്റ്റ് ട്രൂത്ത് കാലത്തിൻ്റെ ഏറ്റവും കൃത്യമായ സിനിമാറ്റിക് രൂപകങ്ങളിൽ ഒന്നാണ് ഈ സിനിമ. ഇവിടെ തെളിവുകളല്ല സഞ്ചരിക്കുന്നത്, കഥകളാണ്. വസ്തുതകളല്ല വൈറലാകുന്നത്, വികാരങ്ങളാണ്. നിസാം ബഷീർ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ അസാധാരണമായി കൃത്യതയോടെ വായിക്കുന്നുണ്ട്. ഒരാൾ വീഴുമ്പോൾ അയാളെ പിടിച്ചുയർത്തുന്ന സമൂഹമല്ല നമ്മുടേത്. വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ മേൽ നിന്ന് ലൈവ് വീഡിയോ എടുക്കുന്ന സമൂഹമാണ് നമുക്കുള്ളത്. ആൾക്കൂട്ടത്തിന് നീതി വേണ്ട, ഇര വേണം. കുറ്റവാളിയെ കിട്ടിയില്ലെങ്കിൽ പോലും സംശയിക്കപ്പെടുന്ന ഒരാളെ കിട്ടിയാൽ അതുമാത്രം മതി. കാരണം ആൾക്കൂട്ടത്തിൻ്റെ വിശപ്പ് സത്യത്തിനു വേണ്ടിയല്ല, പ്രദർശനത്തിനു വേണ്ടിയാണ്. സിനിമയുടെ ഏറ്റവും ധീരമായ ഇടപെടൽ മാധ്യമങ്ങളുടെ അവതരണത്തിലാണ്. ഇവിടെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണല്ല, അധികാരവും വിപണിയും ചേർന്ന് നിർമ്മിച്ച ഒരു പ്രകടന വേദിയാണ്. ചിലർ വെട്ടുക്കിളികളെ പോലെ കൂട്ടത്തോടെ ആക്രമിക്കുന്നു, മറ്റു ചിലർ പതിയെ രക്തം ഊറ്റിക്കുടിക്കുന്ന ചെമ്പൻ കൊല്ലി പുഴുവിനെ പോലെയാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ, ഒരു മനുഷ്യനെ വാർത്തയാക്കി ഉപഭോഗം ചെയ്യുക. രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നതും വീഴ്ത്തുന്നതും മീഡിയയാണ്. രാഷ്ട്രീയം ഇന്ന് ആശയങ്ങളുടെ ഒരു പോരാട്ടമല്ല, ഇമേജുകളുടെ യുദ്ധമാണ്. ആരാണ് സമൂഹത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത്? ഈ ചോദ്യത്തിന് സിനിമ ഉത്തരം പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയം, മാധ്യമം, പൊതുബോധം എന്നിവ പരസ്പരം എങ്ങനെ ഒരേ നാടകത്തിൻ്റെ വ്യത്യസ്ത അഭിനേതാക്കളാകുന്നുവെന്ന് സൂക്ഷ്മമായി കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ സിനിമയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗം വീടിനകത്താണ്. രാജീവന്റെയും മീരയുടെയും രണ്ട് മക്കളുടെയും വീട്. പാർവതി അവതരിപ്പിക്കുന്ന മീര ഒരു ഭാര്യ മാത്രമല്ല, സുരക്ഷ നഷ്ടപ്പെട്ട ഒരു പൗരയാണ്. ഈ മുറിയിൽ പോലും ഇനി ഞങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയില്ല എന്ന അവളുടെ ചോദ്യം സിനിമയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒന്നായി മാറുന്നു. രണ്ട് കുട്ടികളിൽ ഇളയവൾ അച്ഛൻ്റെ വേദന വായിക്കാൻ ശ്രമിക്കുന്നു, മറ്റൊരാൾ അമ്മയുടെ അസിസ്റ്റൻ്റ് ആകുന്നു. മുതിർന്നവരുടെ യുദ്ധം ഏറ്റവും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത് കുട്ടികളുടെ മനസ്സിനെയാണ്. മനുഷ്യ സമൂഹത്തിൽ ചിലർ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം ഭക്ഷണമാക്കിയാണ്. ചില മനുഷ്യരുടെ അപമാനമാണ് ചാനലുകളുടെ പ്രൈം ടൈം.
ഒരാളുടെ ദുരന്തം മറ്റൊരാളുടെ രാഷ്ട്രീയ നേട്ടം, മറ്റൊരാളുടെ തകർച്ച മറ്റൊരാളുടെ സോഷ്യൽ മീഡിയ ആഘോഷം. ഭക്ഷ്യശൃംഖലയുടെ ഈ പുതിയ വായനയാണ് സിനിമയുടെ ഏറ്റവും ശക്തമായ ദാർശനിക അടിത്തറ. അതുകൊണ്ട് തന്നെ സിനിമയുടെ കേന്ദ്ര ചോദ്യം പുൽച്ചാടി തവളയെ തിന്നണോ എന്ന രൂപകത്തിൽ എത്തിച്ചേരുന്നു. അതിജീവിക്കാൻ ഇനി ഇരയുടെ ധാർമ്മികത മതിയോ, അതോ വേട്ടക്കാരൻ്റെ ക്രൂരത പഠിക്കേണ്ട കാലമാണോ ഇത്? സിനിമ ഉത്തരങ്ങളൊന്നും നൽകുന്നില്ല, അസ്വസ്ഥത മാത്രമാണ് നൽകുന്നത്. പൃഥ്വിരാജ് സമീപകാലത്തെ ഏറ്റവും നിയന്ത്രിതമായ പ്രകടനങ്ങളിലൊന്നാണ് രാജീവനായി കാഴ്ചവെക്കുന്നത്. വലിയ സംഭാഷണങ്ങളോ അമിതാഭിനയമോ ഇല്ലാതെ ഉള്ളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം ശരീരഭാഷയിലൂടെ സൃഷ്ടിക്കുന്നുണ്ട്. പാർവതി തെരുവോത്ത് വേദന അഭിനയിക്കുകയല്ല, വേദനയിൽ നീറി നീറി ജീവിക്കുകയാണ്. അശോകൻ അവതരിപ്പിച്ച ജേക്കബ് എന്ന കഥാപാത്രം അശോകന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. നക്ഷത്രയും ഐറയും അവതരിപ്പിച്ച ഡിയായും ജിയായും ഒരു നീറ്റലായി നമ്മളിൽ നിലനിൽക്കും. ആദ്യ പകുതിയുടെ മേക്കിങ്ങിൽ കാണിച്ച അത്ഭുതം രണ്ടാം പകുതിയിൽ തകർന്ന് തരിപ്പണമാകുന്നതാണ് ഐ നോബഡിയിൽ കാണുന്നത്. രണ്ടാം പകുതിയിൽ തിരക്കഥ പൊളിഞ്ഞുപോയി, നാച്ചുറൽ ഫ്ലോ ഇല്ല, നായകൻ നമ്മളെ സ്വാധീനിക്കുന്നുമില്ല. സിനിമ അവസാനിപ്പിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് പോലെ തോന്നി. എന്നിരുന്നാലും സിനിമ നമുക്ക് പകരുന്ന ചിന്തയുടെ തീപ്പൊരി ചെറുതല്ല. സിനിമയിൽ കേൾക്കുന്ന ഡയലോഗിൻ്റെ ഒരു കൂട്ടം കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. നിങ്ങൾ ഫുഡ് ചെയിനിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഭക്ഷ്യശൃംഖല. പുൽച്ചാടി പുല്ലു തിന്നും, പുൽച്ചാടിയെ തവള തിന്നും, തവളയെ പാമ്പു തിന്നും, പാമ്പിനെ പരുന്തു തിന്നും. ഈ പരുന്ത് ചാവുമ്പോൾ ആദ്യം പറഞ്ഞ പുല്ലിന് തന്നെ അത് വളമാകും. നമ്മുടെ ഈ സൊസൈറ്റിയും ഇതുപോലെ ഒരു ഫുഡ് ചെയിനാണ്. പക്ഷേ ഈ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ പുൽച്ചാടിക്ക് പുല്ല് മാത്രം തിന്നാൽ പോരാ, തവളയെയും തിന്നണം. നിങ്ങൾ തീരുമാനിച്ചോളൂ സർവൈവ് ചെയ്യാൻ ആരെയൊക്കെ തിന്നണമെന്ന്.